ദിവ്യപ്രഭേ വാതിൽ തുറക്ക്. നീ ഇങ്ങനെ പെരുമാറുന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെ മോശമാ. നീ വാതിൽ തുറക്ക്. നിന്റെ പ്രശ്നങ്ങൾ നമുക്ക് അളിയനോട് സംസാരിക്കാം. ഇനി ആരോടും പോയി സംസാരിക്കേ. ദിവ്യപ്രഭേ വാതിൽ തുറക്ക്. അവരൊക്കെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യ. നീ വാതിൽ തുറക്ക്. അത് കണ്ടോ, ദിവ്യപ്രഭ വാതിൽ തുറക്കുന്നില്ല. വാതിൽ തുറക്ക് ദിവ്യപ്രഭേ. അയ്യോ അയ്യോ, പതിയോട് ദേഷ്യപ്പെടുന്ന പോലെ അയ്യോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. നീ ക്യാ കരൂ ഭഗവാൻ. ദിവ്യപ്രഭേ, നിന്നോട് വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. നീ വാതിൽ തുറക്കുന്നുണ്ടോ? ദിവ്യപ്രഭേ, ദിവ്യപ്രഭേ, നിന്നോട് വാതിൽ തുറക്കാൻ ഞാനാണ് പറയുന്നത്. എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമല്ല. അർജുൻ താഴേക്ക് ചെല്ല്. അയാൾ ഇവിടെ നിൽക്കുന്നതിൽ സ്വാമിക്ക് എന്താ പ്രശ്നം? അല്ല SP, താമനെ ഈ വാതിൽ ചവിട്ടി പൊളിക്കാം. അയ്യോ അങ്ങളെ, നാശനഷ്ടങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കൽ കൂടി ആലോചിക്കണം. ആന്റി ഡോർ ഓർക്കും, ഞാനല്ലേ പറയുന്നേ. അല്ല, നിങ്ങളാരാ? ആ ദിവ്യപ്രഭയൊന്ന് വിളിക്കോ? ദിവ്യപ്രഭ ചെഹര മുഴുവൻ കരിവാളിച്ചു. ക്രീം തേച്ചിരിക്കാ ഭയ്യ. ഈ കോമാളി വേഷം കെട്ടി നിൽക്കാതെ ചെന്ന് വധൂവരന്മാരെ സ്വീകരിക്കേ. അയ്യോ ഭയ്യ, ഇനി കണ്ട കഴിഞ്ഞ ഈ ചെഹര വാഷ് ചെയ്യാൻ പറ്റൂ. ഈ ചെഹരയുമായിട്ട് ഞാൻ അവരുടെ ചെഹരയിൽ എങ്ങനെ നോക്കും? ഇങ്ങനെ വന്ന് സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നേരത്തെ പൊട്ടിയിട്ടതിന്റെ ആ വൃത്തികേട് മുഴുവൻ മാറി കിട്ടി. അതുകൊണ്ട് ആന്റിക്ക് ഗ്ലാമറത്തിൽ കൂടിയിട്ടുണ്ട്. എന്റെ മിഥുൻ ബേട്ടെ ചാച്ച, ഈ ബദ്മാഷിനെ ആരാണ് ഈ വീട്ടിൽ കയറ്റിയത്? ഇവനെ ബാഹർ ഇറക്കി വിട്, ഇറക്കി വിട്. ഓഹോ, അപ്പോ നീയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് മിഥുൻ മണ്ഡപത്തിൽ നിന്ന് മുങ്ങാൻ ശ്രമിച്ചത് അല്ലേ? ഇവൻ കാരണ ഇന്ന് ഈ കല്യാണം നടന്നത്. അതുകൊണ്ട് ഇവനെ ആരും ഇവിടുന്ന് പുറത്താക്കില്ല. കല്യാണം മാത്രമല്ല, വധൂവരന്മാരുടെ ഗൃഹപ്രവേശവും എന്റെ ഉത്തരവാദിത്തമാണ്. ഈ ആന്റിയെ ഞാൻ റെഡിയാക്കി കൊണ്ടുവരും. താങ്ക്സ് അർജുൻ. പക്ഷേ ഇവളെ കൊണ്ടുവരാൻ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. മര്യാദയ്ക്ക് മുഖം കഴുകി താഴെ വന്ന് ഈ കുടുംബത്തിലെ മരുമകൾ അർഹിക്കുന്ന വിധം കീർത്തിയെയും ആ കുടുംബത്തെയും സ്വീകരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്റെ സഹോദരി ആയതുകൊണ്ട് നിന്നെ ഞാൻ ഇറക്കി വിടില്ല. പക്ഷേ നിന്റെ മകൻ മിഥുൻ, അവനെന്നും ഈ വീടിന് പുറത്തായിരിക്കും. 5 മിനിറ്റ് സമയം ഞാൻ നിനക്ക് തരും. അതിനുള്ളിൽ നീ ഇറങ്ങിച്ചെന്ന് വിളക്ക് കൊടുത്ത് വധൂവരന്മാരെ സ്വീകരിച്ചില്ലെങ്കിൽ കീർത്തിയെയും കുടുംബത്തെയും ഞാൻ തന്നെ സ്വീകരിക്കും. എന്നിട്ട് മിഥുനെ എന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ചവിട്ടി പുറത്താക്കും. പാടോ. മിഥുന്റെ ഭാവി ഇപ്പോ നിന്റെ കയ്യിലാ ദിവ്യപ്രഭ. ആന്റി, ആലോചിക്കാൻ സമയമില്ല. മുഖം കഴുകാൻ 1 മിനിറ്റ്, കുട്ടിയിടാൻ 3 മിനിറ്റ്, ബാക്കിയുള്ള 1 മിനിറ്റില് വിളിക്കും താഴെ എത്തണം. അല്ല ആന്റി, ഞാൻ പറയട്ടെ. പാലടച്ച് ആന്റി വരുമോ ഇല്ലയോ? എന്തായാലും വെയിറ്റ് ചെയ്യാം. നിങ്ങള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി അല്ലേ? ഞാനൊരു എമർജൻസി കോളിലായിരുന്നു.
സ്വീകരണം ഉടനെ നടക്കും കേട്ടോ. ഇനി ഒട്ടും വൈകില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്കിൾ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തുറന്നു പറ സത്യ. ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ പ്രിയേ? അല്ല, മുഹൂർത്തത്തിന് സമയമായിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാ. ഉടനെ മുഹൂർത്താവും.